എന്താന്നറിയില്ല. കുറച്ച് ദിവസമായിട്ട് തലയിൽ ഭയങ്കര ചൊറിച്ചിൽ കേട്ടോ. അതൊരു 2 സ്ഥലത്ത് മാത്രമായിട്ടേ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഡാൻഡ്രഫിൻ്റെ എന്തെങ്കിലും പ്രശ്നം സ്റ്റാർട്ട് ചെയ്തോന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഡാൻഡ്രഫ് ഒന്നുമില്ല. പക്ഷേ ഒരു 2 പിമ്പിള്. ചെറുങ്ങനെ ഒരു 2 കുരു പോലെയുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇച്ചിങ് ഉണ്ട്. അതായത് നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ട്. അപ്പം ഞാൻ പൊതുവേ ഹെയറിന് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും അതിനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. ബേബി ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും ഞാൻ ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. പിന്നെ ഡെയിലി ഹെയർ വാഷ് ഇല്ല. പുറത്ത് പോകേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ല. അങ്ങനെയൊക്കെ നോക്കാറുള്ളതാണ്. പിന്നെ ഇതെന്ത് പറ്റി എന്ന് ആലോചിച്ചു. അത് ഭയങ്കരമായിട്ട് ഇച്ചിങ്. പിന്നെ അവിടെ നമ്മൾ നഖം വെച്ച് മാന്തുമ്പോഴത്തേക്കും പിന്നെ പൊട്ടുകയും ചെയ്യും. ഒട്ടും ചീകാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കെ ഞാൻ തന്നെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടേ. ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു 50% മാറിയെന്ന് വേണം പറയാനായിട്ട്. വേറെ ഒന്നുമില്ല, ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് നന്നായിട്ട് വറ്റണം. ആര്യവേപ്പിൻ്റെ ഇല ചതക്കി ഒന്നും ചെയ്യേണ്ട, ഞാനിവിടെ ഉണക്കി വെച്ചിരുന്നതാണേ. ഫ്രഷ് കിട്ടുന്നവർക്ക് ഫ്രഷ് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറ്റിക്കുക. വറ്റിക്കുമ്പോൾ നല്ല കടും ഒരു മഞ്ഞയും പച്ചയും പോലത്തെ ഉള്ളൊരു കളറാവും. അപ്പോൾ അതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് ചെറുനാരങ്ങ നീര് മാത്രം, ഒരുപാടാവരുത്, 3-4 മാത്രം ഡ്രോപ്പ് ചെറുനാരങ്ങ നീര്. ആ നീര് ചെല്ലുമ്പോൾ തന്നെ ആ ഒരു പച്ച മഞ്ഞയൊക്കെ അങ്ങ് മാറും. പെട്ടെന്നൊന്ന് കളറ് ഡിമ്മായ പോലെ തോന്നും. അതിനുശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ആ ഒരു സ്ഥലത്ത് മാത്രം, അതായത് പിമ്പിൾസോ ഇച്ചിങ്ങോ അതിനിപ്പോൾ ഡാൻഡ്രഫിൻ്റെ ആയാൽ പോലും ആ ഒരു സ്ഥലത്ത് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് ഫസ്റ്റ് 2 ഡേയ്സ് ഒരു എവറി 2 അവേഴ്സിൽ ഒരു 2 to 3 അവേഴ്സിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എനിക്കൊരു 50% മാറി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് കരുതിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടമായോ?